സേതുലക്ഷ്മി, ഞാനിപ്പോഴുള്ളത് വയനാട്ടിലെ പുതിയ സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്തിയും ഒക്കെ പങ്കെടുക്കുന്ന റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുതിയ സ്റ്റാൻഡിൽ ഇപ്പോൾ ഓട്ടോ തൊഴിലാളികളും കുറച്ച് ആളുകളും യാത്രക്കാരും പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അല്പം വൈകാതെ തന്നെ പ്രവർത്തകർ ഒന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തും. പക്ഷേ കഴിഞ്ഞ തവണ ഇതായിരുന്നില്ല സ്ഥിതി എന്നുള്ളത് തന്നെയാണ്. ആദ്യം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ആദ്യമായി എത്തുന്നത്. പക്ഷേ ഇവിടേക്ക് നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ, അല്ലെങ്കിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ അങ്ങനെയുള്ളൊരു മാനസികമായ ഒരുക്കത്തിൽ തന്നെയാണ്. രണ്ടാം തവണയാണ് ഇപ്പോൾ രാഹുൽ എത്തുന്നത്. ആദ്യത്തെ വരവും ഇപ്പോഴത്തെ വരവും എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ആദ്യത്തെ വരവെന്ന് വെച്ചാൽ നമ്മളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ ഏകദേശം എല്ലാ നാട്ടുകാരും ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരും എല്ലാവരും ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നു, വോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും ആ ഒരു ഓളം ഇല്ല. പഴയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം അത്ര ഉണ്ടാവാനും ചാൻസ് കുറവാണ്. കാരണം 4,30,000 കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു ദേശീയ നേതാവും കൂടിയാണ് ഇപ്രാവശ്യം മത്സരം. അനി രാജാവിന് ഒരു ദേശീയ നേതാവ്, അതിൻ്റെതായ ഒരു ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത കൂടുതൽ. കഴിഞ്ഞ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു പരിവേഷം ഉണ്ടായിരുന്നല്ലോ. അതെ, ഈ പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ വരുന്നുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു. ഒരു രാഹുൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം അതിനുള്ള സാധ്യത കുറവാണ്. എങ്ങനെ സാധാരണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് രാഹുലിന്റെ വരവിന്? ഈ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും ഭൂരിപക്ഷം കുറച്ച് നേരിയ കുറവ് വരിക എന്നല്ലാണ്ട് വല്ലാണ്ട് കുറയാൻ ചാൻസ് ഇല്ല. സേതു, ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയൊരു റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്.